പാലാ മോഡൽ ലയൺസ് ക്ലബ്ബ് ഓഫ് പത്തനംതിട്ട എമിറേറ്റ്സിൻ്റെയും പാലാ അൽഫോൺസ കോളേജ് നാഷണൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ അരുണാപുരം ഗവൺമെൻറ് LP സ്കൂളിൽ പഠന സാമഗ്രികളുടെ വിതരണം നടത്തപ്പെട്ടു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ശ്രീമതി ഷൈനി തോമസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. അരുണാപുരം വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മോഡേൺ ലയൺസ് ക്ലബ്ബ് ഓഫ് പത്തനംതിട്ട എമിറേറ്റ്സിൻ്റെ സഹകരണത്തോടെ നടത്തിയ പ്രസ്തുത സമ്മേളനത്തിൽ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയ വിവിധ പഠന സാമഗ്രികളും മധുര പലഹാരങ്ങളും വിതരണം നടത്തി. പ്രസ്തുത സമ്മേളനത്തിൽ അൽഫോൺസ കോളേജ് NSS യോഗം ഓഫീസർമാരായ ഡോക്ടർ റോസ്മേരി ഫിലിപ്പ്, ഫദ്ര ജി എന്നിവർ നേതൃത്വം നൽകി. പറ്റുന്നതൊക്കെ ഞങ്ങൾ ഇനിയുള്ള 2 വർഷവും ചെയ്യുന്നതായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലേക്ക് കടന്നോട്ടെ. ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ലയൺസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സുകാരുമായിട്ട് ചേർന്ന് അവർ സ്പോൺസർ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ കിറ്റ്സ് കൈമാറാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായി ഇവിടെ അധ്യക്ഷപാലം അലങ്കരിച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ശ്രീമതി ഷൈനി തോമസ് ടീച്ചറിനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ ജിമ്മി സാറും ഇവിടെ ഉണ്ട്. സാറിനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഞങ്ങളുടെ പാലാ അൽഫോൺസ കോളേജിൽ ഈ കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബിൻ്റെ ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററായ സിബി സാറ് 10 ദിവസത്തെ പിള്ളേരുടെ ക്യാമ്പിന് കോർഡിനേറ്റ് ചെയ്തതേ ഉള്ളൂ. 10 ദിവസം സ്കൂളിലെ പിള്ളേർക്ക് ഞങ്ങൾ കോളേജിൽ ക്യാമ്പ് കൊടുത്തു. അപ്പോൾ 10 ദിവസവും റിസോഴ്സ് പേഴ്സണെയും ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഞങ്ങളുടെ റിഫ്രഷ്മെൻറ്റ്സും ഒക്കെ സ്പോൺസർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു സിബി സാറ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ NSS യൂണിറ്റിൽ ഞാൻ കോർഡിനേറ്റർ ആയ ശേഷം ഞങ്ങളുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അങ്ങനെ പല പരിപാടികളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിവുണ്ട്. അപ്പോൾ ഈ വർഷവും ഞങ്ങളോട് സഹകരിക്കാൻ മനസ്സ് കാണിച്ച സിബി സാറിനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിനെ അവർ ദത്തെടുത്ത് ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഈ നമ്മുടെ ഈ ചെറിയ സ്കൂൾ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കറിയാം. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ക്യാമ്പ് നടത്തിയപ്പോഴൊക്കെ ഈ സ്കൂളിൻ്റെ പരിസരം നന്നായിട്ട് അവർ വൃത്തിയാക്കിയിരുന്നു. അതുപോലെ അതിന് കൂടുതൽ വൃത്തിയാക്കുന്നതിനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി. പിന്നെ മറ്റ് കാര്യങ്ങൾ ദിനാചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അൽഫോൺസ കോളേജിലെ ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നമ്മുടെ കോർഡിനേറ്ററായ റോസ്മേരി മാമാണ് നേതൃത്വം നൽകുന്നത്. അപ്പം ഇതുപോലെ ഈ വർഷവും അവർ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കൂളിന് നല്ല ഒരു മുതൽക്കൂട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേ ആണ് നാളെ. അതോടനുബന്ധിച്ച് നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ ഇവിടെ ചർച്ചയുണ്ടാകും. പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ 2-ാം തീയതി ആയിരുന്നു നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും പ്രവേശന ഉത്സവം. ഈ പ്രവേശനോത്സവം കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ ഒരു മഹനീയ കർമ്മത്തിന് മുന്നോട്ട് വന്ന ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണലിനെയും അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ശ്രീ സിബിയെയും അതുപോലെ തന്നെ അൽഫോൺസ കോളേജിൻ്റെ NSS യൂണിറ്റിനെയും ഞാൻ ആദ്യമായി അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹമുള്ള കുട്ടികളെ, അവരുടെ മാതാപിതാക്കളോടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന പലരും. നിങ്ങളോടെല്ലാം എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സമയത്ത് പറയുവാനുള്ളൂ. നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. കാരണം മയക്കുമരുന്ന്
നമ്മൾ ഓരോരുത്തരെയും, നിങ്ങളെ ഓരോരുത്തരെയും, കുട്ടികളെയും യുവാക്കളെയും ഒക്കെ കീഴ്പ്പെടുത്തുന്നതിന്, അവരുടെ അധീനതയിലാക്കുന്നതിന് അവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് പല രീതിയിലും, ഒരുപക്ഷെ ഒരു മുട്ടായിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളുണ്ട്, ഇവരൊക്കെ അതിലേക്ക് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുട്ടികൾ ഒരു പ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ അബദ്ധവശാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ മോചനം കിട്ടുക വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നീട് അവർ പൈസ കയ്യിലുള്ളതെല്ലാം ചിലവാക്കുന്നു. അതിനുശേഷം വീട്ടിൽ നിന്നും പല രീതിയിലും പല കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവർ പൈസ സമ്പാദിച്ച് ഇതിനു വേണ്ടിയിട്ട് പൈസ മുടക്കുന്നു. അതിനുശേഷം പൈസകൾ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ വിതരണക്കാരായിട്ട് അവർ മാറുകയാണ്. എവിടെയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അതോടെ, അവരുടെ ഭാവി ജീവിതം അവിടെ തിരിശീല വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. നാം ഇത് വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഉണർവോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ലയൺസ് പ്രസ്ഥാനത്തെയും അതുപോലെ പത്തനംതിട്ട ലയൺസ് എമിറേറ്റ്സിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സിബിയെയും അൽഫോൺസ കോളേജിലെ NSS യൂണിറ്റിന്റെ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇതിന് മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ ഔപചാരികമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇന്ന് രാവിലെ തന്നെ മുത്തോലി ഗവൺമെന്റ് സ്കൂളില് ഇതുപോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നാളെ മുത്തോലി ഹയർ സെക്കൻഡറിയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൂഞ്ചിറയില് നാളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുണ്ട്. മേലുകാവ് CMS സ്കൂളിൽ നാളെ ഉണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ഓഫ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ വന്ന് പാലാ അൽഫോൺസ കോളേജ്, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കോളേജിലൊന്നായ പാലാ അൽഫോൺസ കോളേജിലെ NSS യൂണിറ്റുമായി ചേർന്ന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ കഴിഞ്ഞ വർഷവും ചെയ്യാൻ സാധിച്ചു. ഈ വർഷവും അങ്ങനെ തന്നെ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ദൈവം അനുഗ്രഹിച്ചാൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂട്ടായി പാലായിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായി മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. ഇന്നും രാവിലത്തെ പ്രോഗ്രാം മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നല്ല കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ലയൺ മെമ്പർ കൂടിയാണ് ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാലാ സ്പൈസ് വാലി ലയൺസ് ക്ലബിലെ ഒരു ലയൺ മെമ്പർ കൂടിയാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് നമുക്ക് ഇരട്ടി സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്നും വിവിധങ്ങളായ പഞ്ചായത്തുകളുമായി ചേർന്നും കോളേജിലെയും സ്കൂളുകളിലെയും ഒക്കെ NSSുമായി ചേർന്ന് കൂടുതൽ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. പാലാ അൽഫോൺസ കോളേജിനോട് ഡിസ്ട്രിക്ട് 318B കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ടയിൽ ഉൾപ്പെട്ട ഡിസ്ട്രിക്ട് 318Bയുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് വീണ്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർ മുന്നോട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ മുനിസിപ്പൽ ചെയർമാനെ ഒന്ന് സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള പുണ്യപ്രവൃത്തികളിൽ ഒരുമിച്ച് നമുക്ക് പങ്കാളികളാകാം. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഈ സ്കൂളിൽ അറേഞ്ച് ചെയ്യുന്നതിന് സഹായിച്ച ഈ സ്കൂളിലെ HMനോടും എല്ലാ സ്റ്റാഫിനോടുമുള്ള സന്തോഷം ഡിസ്ട്രിക്ട് 318Bയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലയൺസ്. എറണാകുളം ഗവൺമെന്റ് LPS സ്കൂളിലെ ടീച്ചർമാരെ എല്ലാവരും സാധാരണ കാണുന്നത് ഫോട്ടോയിൽ അല്ലെങ്കിൽ പബ്ലിസിറ്റി കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾക്കാണ്. അതിൽ നിന്നൊരു വിഭിന്നമായി ചെറിയ കുട്ടികളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി പ്രോഗ്രാം സംഘടിപ്പിച്ച സിബിയെയും 318 ലയൺസിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂൾ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ച് നാടിന് നന്മയ്ക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഈ കുട്ടികൾ ബാക്കിയുള്ളവർക്ക് ഇതുപോലൊരു സഹായങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാകണം. ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്കൂളിനെ ദത്തെടുത്ത അൽഫോൺസ കോളേജിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും നിങ്ങളെ ശ്ലാഘനീയമായ പ്രവർത്തനത്തെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അൽഫോൺസ കോളേജിനെയും
ഡിസ്ട്രിക്ട് 318 അലയൻസിനെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലയൺസ് ക്ലബ് സ്വീറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി മാത്യു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച
മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ സാറിന് എത്രയും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അധ്യക്ഷത അലങ്കരിച്ച് സംസാരിച്ച ഷൈനി തോമസ് മാമിനെ എത്രയും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിച്ച വാർഡ് കൗൺസിലർ ജിമ്മി ജോസഫ് സാറിന് ഹൃദയത്തിന്റെ വർഷയിൽ നന്ദി. ഈ സ്കൂളിന്റെ ഏതൊരു പ്രവർത്തനത്തിനും നമ്മുടെ കോളേജ് പാല അൽഫോൻസ കോളേജ് വഹിക്കുന്ന പങ്ക് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല പരിപാടി സംഘടിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ നമ്മുടെ പാല NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റോസ്മേരി ഫിലിപ്പിന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു.